സേഫ് രഞ്ജിത്ത് കണ്ട പ്രഗത്ഭനായ കലാകാരനാണ്. നിരപരാധിയെങ്കിൽ എന്തു ചെയ്യും? രഞ്ജിത്തിന്റെ കാര്യത്തിൽ മാത്രമേ മന്ത്രിക്ക് കൺസേൺ ഉള്ളോ? രഞ്ജിത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ചലച്ചിത്ര മേഖലയിലെ ഉന്നതർക്കടക്കം സംസ്ഥാന സർക്കാരിന്റെ ഈ കവചം നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് കാണുന്നതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ തന്നെ കാണുന്നതാണല്ലോ രേഷ്മ. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് പരാതി വരട്ടെ എന്നുള്ളതാണ്. സ്ത്രീകൾ ഒരു കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകുന്നു, അത് രേഖാമൂലം ഒരു റിപ്പോർട്ടാക്കി സംസ്ഥാന സർക്കാരിലേക്ക് വരുന്നു. അതിനകത്ത് തെളിവുകളടക്കം ഉണ്ട്, അത് സംസ്ഥാന സർക്കാരിൻ്റെ പക്കലുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനകത്ത് നടപടി എടുത്തിട്ടില്ല. അത് പരാതി ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. പക്ഷേ രേഖകൾ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഇവിടെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയുള്ള സ്ത്രീകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ പറയുന്നില്ല, കമ്മിറ്റിക്ക് മുന്നിൽ പറഞ്ഞു. ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ഒരു നടി പറയുകയാണ് തനിക്കൊരു ദുരനുഭവം ഇങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് രഞ്ജിത്തിൽ നിന്ന് എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ അതിനെ വിശ്വാസത്തിലെടുക്കുന്നില്ല. അതും രേഖാമൂലം പരാതി വേണം എങ്കിൽ മാത്രമേ അത് നിയമപരമായി നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അന്വേഷണം ഏത് വഴിക്ക് പോകുമെന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്നതാണ്. അതുകൊണ്ട് പരാതി ഇല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. അതായത് രഞ്ജിത്തിന് പൂർണ്ണ സംരക്ഷണം ഒരുക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കലാകാരന്മാരിൽ ഒരാളാണ് രഞ്ജിത്ത് എന്ന് വാചകം സാംസ്കാരിക മന്ത്രി പറയുന്നുണ്ട്. സാംസ്കാരിക മന്ത്രി ഒരു സ്ത്രീയെ അപമാനിച്ചു എന്ന് പറയുന്ന ആളെക്കുറിച്ചാണ് മന്ത്രി പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്രകാരനാണ് എന്നുള്ളത്. അദ്ദേഹം മികച്ച ചലച്ചിത്രകാരനാണ് എന്നൊരു സംശയം നമുക്ക് വേണ്ട. അദ്ദേഹത്തിന് നല്ല സിനിമകളുണ്ട്, നല്ല സിനിമകൾ ഉണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അയാളെക്കുറിച്ചാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കലാകാരനാണ് എന്നുള്ളത്. അതുതന്നെ ആ സംരക്ഷണത്തിൻ്റെ സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് സജി ചെറിയാൻ്റെ ആ വാക്കുകൾ. ഇപ്പോൾ സജി ചെറിയാൻ സേഫാണ്. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ, സംസ്ഥാന സർക്കാർ കവചം തീർത്ത് രഞ്ജിത്തിന് മുന്നിലേക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ രഞ്ജിത്തിന് ഭയപ്പെടേണ്ടതില്ല. അദ്ദേഹത്തിന് അക്കാഡമി ചെയർമാൻ സ്ഥാനം തെറിക്കില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതായിരിക്കുമോ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഇതിലൊരു പരാതി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ രഞ്ജിത്തും നേരിടേണ്ടി വരും. ഇതൊരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന സംഭവമാണ്. അതിനകത്ത് രഞ്ജിത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്താൽ അക്കാഡമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. പിന്നീട് ഇത് തെളിയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ FIR അതിൻ്റെ കുറ്റപത്രം, അങ്ങനെ കോടതി നടപടികൾ, അങ്ങനെയുള്ള നിയമപ്രശ്നങ്ങൾ വേറൊരു വഴിക്ക്. എന്തായാലും ഇപ്പോൾ പരാതി ഇല്ലാത്തതുകൊണ്ട് രഞ്ജിത്ത് സേഫാണ്. പക്ഷേ രഞ്ജിത്ത് ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് 2009 ഈ സംഭവം നടക്കുന്നത്. പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ സംഭവം ഉണ്ടാകുന്നത്. അത് കൊച്ചിയിലൊരു ഫ്ലാറ്റിൽ വെച്ച്, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റല്ല എന്നാണ് പറയുന്നത്, സുഹൃത്തിൻ്റെ ഫ്ലാറ്റാണ്. അവിടെ തൻ്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു, ശങ്കർ രാമകൃഷ്ണനാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് 2 അസിസ്റ്റന്റുമാർ ഉണ്ടായിരുന്നു. ഇവിടത്തേക്കാണ് ബംഗാളിൽ നിന്നൊരു നടിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ചർച്ച നടത്തുന്നത്. അത് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ശരീരഭാഷ നോക്കുന്നുണ്ടായിരുന്നു, തൻ്റെ കഥാപാത്രത്തിന് ചേർന്നതാണോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. പിന്നീട് താൻ ബാൽക്കണിയിലേക്ക് പോകുന്നു. ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവർ വന്നിട്ട് ഒരു സിഗരറ്റ് ചോദിക്കുന്നു. താൻ സിഗരറ്റ് കൊടുക്കുന്നു. അതിനുശേഷം തൻ്റെ കഥാപാത്രത്തിന് യോജിച്ചതല്ല ഇവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അസിസ്റ്റന്റിനോട് പറയുന്നു അവർക്ക് പറ്റിയ റോൾ ഇതിനകത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ രോഷത്തോടു കൂടിയാണ് പോയത് എന്നാണ് വ്യക്തമാക്കുന്നത്. ആ സമയത്ത് താൻ മാത്രമല്ല മറ്റുള്ളവരും ആ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്ന വിശദീകരണം കൂടി നൽകുന്നുണ്ട് സജി ചെറിയാൻ. അതിനകത്ത് ആ ചീരു എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. പാലേരി മാണിക്യത്തിൽ ശ്വേതാ മേനോൻ ചെയ്ത ചീരു എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. ആ കഥാപാത്രം ചെയ്യാൻ ഇവർ ആപ്റ്റല്ല എന്ന് തനിക്ക് തോന്നിയത് കൊണ്ടാണ് താൻ അവർക്ക് അവസരമില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ ദേഷ്യം അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായത് അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ദേഷ്യം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഈ ആരോപണം എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ വാക്കുകളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ ഒരു സ്ത്രീ പറയുകയാണ്, അതും ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങളിൽ ഒന്നാണ്. അത് ഇനിയിപ്പോൾ നവംബർ മാസത്തിൽ സിനിമാ കോൺക്ലേവ് കൊച്ചിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ആ കോൺക്ലേവിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ട ആളാണ് രഞ്ജിത്ത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ, സിനിമാ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടക്കുന്ന ചർച്ചയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ട ആൾക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയർന്നു വരുന്നത്. അത് സംസ്ഥാന സർക്കാർ വളരെ ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എങ്ങനെ ലാഘവത്തോടു കൂടി കണ്ടോ അതേ ലാഘവം, അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്ര സ്വഭാവത്തിൽ രഞ്ജിത്ത് സംരക്ഷണം ഒരുക്കുന്ന സർക്കാരിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ഈ തീവ്ര സ്വഭാവത്തിലുള്ള സംരക്ഷണം നമ്മൾ
ഇന്ന് കാണാൻ തുടങ്ങിയതല്ല. സേഫിന് തന്നെ ഓർമ്മയുണ്ടാകും, ഈ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിയോജിപ്പുകൾ അക്കാദമി അംഗങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ കണ്ടതാണ് ഏകപക്ഷീയമായി സർക്കാർ എത്രമാത്രം രഞ്ജിത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാണ്, മറ്റുള്ളവരെ കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കണ്ടതാണ്. രഞ്ജിത്തിന്റെ സ്വാധീനം എന്താണ് എന്നുള്ളത് അറിയുകയും ചെയ്യാം. പക്ഷേ നോക്കൂ, ഇത്രയും ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ, അതും മറ്റൊരു നാട്ടിൽ നിന്ന് എത്തിയ ഒരു കലാകാരി കേരളത്തിലെത്തി വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ട് സർക്കാർ എന്ത് ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത്? നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ മന്ത്രി പറയുന്നത് FIR ഇടണമെങ്കിൽ പരാതിയുമായി മുന്നോട്ട് വരണമെന്നാണ്. ഈ അടുത്ത കാലത്ത് തന്നെ എത്രയോ ഡസൻ കണക്കിന് കേസുകളുണ്ട്. പരാതി നൽകാതെ പിണറായി സർക്കാർ സ്വമേധയാ FIR ഇട്ട എത്രയോ കേസുകൾ. അതെ രേഷ്മ, ഇത് സംസ്ഥാന സർക്കാർ വെറുതെ തൊടു ന്യായം പറയുകയാണ്. അത് നമുക്കറിയാം. സംസ്ഥാന സർക്കാർ അവർ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി വെറും ന്യായം പറയുക എന്നുള്ളതാണ്. നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് FIR ഇടുന്നതിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കോടതി വിധികളെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. 2006 ഒരു സുപ്രധാന വിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത്. ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന് പറയുന്ന കേസിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. ഒരു കോഗ്നൈസബിൾ ഒഫൻസ്, ഒരു കുറ്റകൃത്യം സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയാണെങ്കിൽ FIR ഇടാം, അതിനുശേഷം അന്വേഷണം നടത്തിയാൽ മതി എന്ന് കൃത്യമായി തന്നെ ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന കുറ്റകൃത്യമാണ്. അദ്ദേഹത്തിനെതിരെ FIR ഇട്ട് അന്വേഷണം നടത്താം. അന്വേഷണം പിന്നീട് എന്താകും എന്നുള്ളത് വേറൊരു ചോദ്യം. ഇപ്പോൾ അവരൊരു മാധ്യമത്തോട് സംസാരിച്ചു, ഈ നടി ശ്രീലേഖ എന്ന് പറയുന്ന നടി ഒരു മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതായി ഞാൻ കേട്ടത്, അവർ ഒറ്റയ്ക്ക് സമ്പാദിച്ച് ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് വന്ന് കേസും മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ തനിക്ക് സംരക്ഷണം തരികയാണെന്നുണ്ടെങ്കിൽ, തനിക്ക് അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ പരാതി നൽകാൻ തയ്യാറാണ്. ആ സഹായം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാരിന് നിയമപരമായ ഒരു സഹായമായിരിക്കാം, അറിയില്ല നമുക്ക്. അങ്ങനെ ഒരു സഹായം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിനെ ആ പരാതി നൽകുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. ഇവർ അവിടെ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികയാണ്. ഇടതുപക്ഷത്തോട് ഏറ്റവും കടുത്ത ഇടതുപക്ഷ ചായ പുലർത്തുന്ന ആളാണ് ഈ ശ്രീലേഖ മിശ്ര എന്ന് പറയുന്ന നടി. പക്ഷേ സംസ്ഥാന സർക്കാർ ഇവിടെ അവരെ നേരിട്ട് ബന്ധപ്പെടുകയോ അവർക്ക് നിയമസഹായം നൽകാം എന്ന് ആവശ്യപ്പെടുകയോ ചെയ്യില്ല. കാരണം രഞ്ജിത്ത് അതിനേക്കാൾ പ്രിയപ്പെട്ട ആളാണ് ഇവർക്ക്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്. ഇതൊരു രാഷ്ട്രീയ സംരക്ഷണമാണ്. അത് ഈ കാലഘട്ടത്തിൽ തുടർന്നില്ല. രേഷ്മ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ അത് തുടങ്ങിയിട്ട് കുറേ കാലമായി. രഞ്ജിത്ത് അക്കാഡമി ചെയർമാൻ സ്ഥാനത്തേക്ക് വന്ന സമയത്ത് അതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ അക്കാഡമിയിൽ തന്നെ ഇതിനകത്തൊരു ഭിന്നതയുണ്ടായിരുന്നു. ആ ഭിന്നതയുടെ സ്വരമാണ് അരുൺ എന്ന് പറയുന്ന അക്കാഡമി അംഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് മുമ്പ് കേട്ടത്. ആ ഭിന്നത ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അവിടെ സംരക്ഷണം ഒരുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. രഞ്ജിത്തിനെ പൂർണ്ണ സംരക്ഷണം ഒരുക്കുകയാണ്. പിന്നീട് ഡയറക്ടർ ബിജു അടക്കമുള്ളവർ ചില ആരോപണം ഉന്നയിച്ചു. അവാർഡുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് അക്കാഡമി ചെയർമാൻ എന്ന നിലയിൽ ഇടപെട്ടു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പിന്നീട് ഉയർന്നു വന്നു. ഫെസ്റ്റിവൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. ആ ഘട്ടങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ രഞ്ജിത്തിനുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ സാംസ്കാരിക സിനിമാ മന്ത്രി സജി ചെറിയാൻ്റെ എല്ലാം പൂർണ്ണ പിന്തുണ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു, രഞ്ജിത്തിനുണ്ടായിരുന്നു. ആ സംരക്ഷണം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരുക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി നോക്കിക്കാണേണ്ടത്. പക്ഷേ ഇത് ഇവിടെ നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഇത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നടക്കും വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാന സർക്കാരിന് നേരിടേണ്ടി വരും. സംസ്ഥാന സർക്കാർ എന്തായാലും രാജിവെക്കണമെന്ന് പറയാൻ പോകുന്നില്ല. പക്ഷേ രഞ്ജിത്ത് സ്വമേധയാ തീരുമാനമെടുത്ത് രാജിവെക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അദ്ദേഹം ആരോപണം നിഷേധിക്കുകയാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അക്കാഡമി ചെയർമാൻ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് അദ്ദേഹം ഇതുവരെ കടന്നിട്ടില്ല. അദ്ദേഹം വയനാട്ടിൽ എന്തോ ചികിത്സയിലാണെന്നാണ് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാൻ പോകുന്നു, ആർക്ക് സംരക്ഷണം ഒരുക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ സജി ചെറിയാന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ ചലച്ചിത്ര അക്കാദമിയിൽ മറ്റംഗങ്ങളുണ്ടല്ലോ, അവരുടെയൊക്കെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? എങ്ങനെയാണ് ആ വിഷയത്തിൽ ഇവർ കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ടോ സേഫ്? നമ്മളൊരു 3-4 പേരോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ കഴിഞ്ഞ ബുള്ളറ്റിൻ തുടങ്ങി അല്ലെങ്കിൽ വാർത്ത കൊടുത്തതിന് ശേഷം രാവിലെ 7 മണിക്ക് ശേഷം 2-3 ആൾക്കാരോട് സംസാരിച്ചു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കാരണം അവരുടെ നിലപാട് അങ്ങനെയാണ്. അവർ പറയുന്ന നിലപാട് ഇതാണ്. ഒരാളോട് സംസാരിച്ചു, ഒരു പ്രധാനപ്പെട്ട ഒരാൾ, സംസ്ഥാനത്ത് തന്നെ സിനിമാ മേഖലയിൽ അറിയപ്പെടുന്ന ഒരാൾ. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ വാചകമാണ്: എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് കൂടെ നിൽക്കേണ്ടത്, അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. അതാരാണെന്ന് ഞാൻ പേര് പറയുന്നില്ല. അങ്ങനെ